ഞാനും അച്ഛനും കൂടി ഒരു സ്ഥലം വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയിട്ട് തിരിച്ച് ഞങ്ങൾ ബസ്സിലാണ് ഞങ്ങൾ പോയത്. അങ്ങനെ തിരിച്ച് വരുന്ന വഴി ഞങ്ങൾ കൊട്ടിയത്തിറങ്ങി, കാരണം കൊട്ടിയത്തിറങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അന്ന് അമ്പാടിയുടെ ബർത്ത്ഡേ ആയിരുന്നതുകൊണ്ട് ഞങ്ങൾ അമ്പാടിക്കുള്ള കേക്ക് കൂടി വാങ്ങിച്ചുകൊണ്ട് പോകാമെന്നും വിചാരിച്ച് ഒരു കടയിൽ കയറി. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു വലിയ ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു കേക്ക് വാങ്ങിക്കും, അത് മുറിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ മറ്റ് സെലിബ്രേഷനോ അങ്ങനെയൊന്നുമില്ല. അത് ഇപ്പം ഒരുപാട് വർഷം കൊണ്ട് അങ്ങനെ തന്നെ ചെറിയ പ്രായത്തിൽ 1-2 വയസ്സിലൊക്കെ ഉള്ളു അങ്ങനെ സെലിബ്രേറ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചിട്ടുള്ളത്. അന്നേരം അച്ഛന് ദാഹിക്കുന്ന പെപ്സി കുടിച്ചപ്പോഴത്തേക്ക് എനിക്ക് എന്താ വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഒരു ചോക്ലേറ്റ് ഷേക്ക് പറഞ്ഞ് അങ്ങനെ അത് വാങ്ങിച്ച് കുടിച്ച്. അങ്ങനെ അതൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ചോക്ലേറ്റ് വാങ്ങിക്കണമായിരുന്നു, അത് വാങ്ങിച്ച്. പിന്നെ അന്നേരം പിന്നെ അച്ഛന് പിന്നെ വേറൊരു ബോക്സിലൊരു കേക്ക്, അത് ബർത്ത്ഡേയുടെ അങ്ങനത്തെ ക്രീമിൻ്റെ കേക്കല്ല, ക്രീമില്ലാത്ത അങ്ങനത്തെ പീസ് കേക്ക്, അതൊരു ബോക്സ് വേണമെന്ന് പറഞ്ഞ് പിന്നെ അതും കൂടി വാങ്ങിച്ച്. അങ്ങനെ ഞങ്ങൾ ആ കേക്കും വാങ്ങിച്ച്, പിന്നെ ബർത്ത്ഡേയുടെ ആ ഒരു കേക്കും പിന്നെ ചോക്ലേറ്റും ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന്. അപ്പോഴ് ദശധ്വനി അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അവളെ കയ്യിൽ ഞാൻ കേക്കൊക്കെ കൊടുത്ത്. അങ്ങനെ ഈ ഒരു ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ഈ ഒരു കേക്കാണ് വാങ്ങിച്ചത്. അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു വലിയ ആഘോഷമൊന്നുമില്ല. കേക്ക് വാങ്ങിക്കുക മുറിക്കുക എന്നല്ലാതെ. അവന്മാർ രണ്ടുപേരും സ്കൂളിൽ പോയിരിക്കുകയാണ്. അങ്ങനെ സ്കൂളിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ഞാൻ ഫ്രൈഡ് റൈസും പിന്നെ ചിക്കൻ കറിയും, ഫ്രൈഡ് റൈസ് എല്ലാം റെഡിയാക്കി അതൊന്ന് ആവി കയറ്റാനായിട്ട് റെഡിയാക്കി വെച്ച്. പിന്നെ ചിക്കൻ കറിയൊക്കെ എല്ലാം മസാലയൊക്കെ ആയിട്ട് എല്ലാം തിളച്ച് വേവുന്നുണ്ട്. പിന്നെ പായസം ഉണ്ടാക്കി. ഞാൻ പായസം മിക്സ് വാങ്ങിച്ചാണ്. പിന്നെ അഡീഷണലായിട്ട് ഒരു ചവരിയും കൂടെ വാങ്ങിച്ചിട്ടിട്ട് എല്ലാം കൂടെ വെന്ത് കഴിയുമ്പോൾ മധുരം വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കും. പിന്നെ ഒരു കവർ പാലും ഒഴിച്ച് നെയ്യും ഒക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അങ്ങനെ സന്ധ്യ ആയപ്പോഴത്തേക്ക് കേക്ക് മുറിക്കാനായിട്ട് കേക്കും പിന്നെ ചോക്ലേറ്റും ഒക്കെ എടുത്ത് വെച്ച്. അങ്ങനെ കേക്ക് മുറിക്കാനായിട്ട് എല്ലാം തുറന്ന് കേക്കൊക്കെ എടുത്ത് എല്ലാം പുറത്തൊക്കെ വെച്ച്. അങ്ങനെ ഞങ്ങളും പിന്നെ അപ്പുറത്തെ അനിയത്തിയുടെ പിള്ളേരും ദശധ്വനിയും ബ്രഹ്മയും ഞാനും ബിച്ചും എല്ലാവരും കൂടെ ആയിട്ടാണ് കേക്ക് മുറിക്കുന്നത്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ബർത്ത്ഡേക്കാരൻ അങ്ങനെ വന്ന് എപ്പോഴും ഇവന്മാർക്ക് ഇപ്പം എനിക്കറിയാൻ വയ്യ, എപ്പോഴും കറുപ്പ് ഡ്രസ്സ് മതി, കറുപ്പ് ഉടുപ്പേ ഇടത്തോളൂ. അതിനി ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണോ ഇനി എന്തുവാണെന്നൊന്നും എനിക്കറിയാൻ വയ്യ. അവരൊക്കെ എപ്പോഴും കറുപ്പ് മാത്രം മതി, അങ്ങനത്തെ ഒരിതാണ്. അങ്ങനെ കറുത്ത ഉടുപ്പൊക്കെ ഇട്ട് അങ്ങനെ വന്നിരുന്ന് കേക്ക് മുറിക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അന്നേരെ തൊട്ട് നിൽക്കും. ഇപ്പോഴും ഇത്രയും പ്രായമായിട്ടും അതിനൊരു മാറ്റം. എപ്പോഴും അതാ അമ്പാടിക്ക് തൊട്ട് നിൽക്കും. അത് ശരിയാ. എന്നിട്ട് ഇച്ചിരി അടാ അവന് ഇച്ചിരി പിച്ച് വെച്ചു. അതല്ലേ ഇച്ചിരി പിച്ച് വായി വെച്ചു. നമ്മൾ ഈ വീഡിയോ കാണത്തില്ല. അങ്ങനെ കേക്കൊക്കെ തിന്നുന്നതിൻ്റെ വെപ്രാളവും ബഹളവും ഒക്കെ തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും കഴിക്കാനായിട്ട് എല്ലാം എടുത്ത് വെച്ച്. ഞങ്ങൾ പിന്നെയാണ് കഴിച്ചത്. ഇവർക്ക് 4 പേർക്കും, അതായത് അമ്പാടിക്കും ബിച്ചുവിനും പിന്നെ അനിയത്തിയുടെ 2 പേർക്കും പിന്നെ ദശധ്വനിക്കും ബ്രഹ്മയ്ക്കും, അവർക്ക് 4 പേർക്കും കൂടെ ആയിട്ട് ഞാൻ എടുത്ത് വെച്ച്. അന്നേരം പിന്നെ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും പിന്നെ പായസം ഉണ്ടായിരുന്നു, പിന്നെ സലാഡ് ഉണ്ടായിരുന്നു, പിന്നെ അച്ചാറൊന്നും അവർക്ക് വേണ്ട. പിന്നെ വെറുതെ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാൻ ചോദിച്ച് അച്ചാറൊക്കെ വെക്കട്ടെ എന്ന്. അങ്ങനെ പിന്നെ അച്ചാറും പിന്നെ പപ്പടവും ഇതൊക്കെയായിരുന്നു. അങ്ങനെ ഇതെല്ലാം ഞാൻ എല്ലാവർക്കും 4 പേർക്കും 4 പാത്രത്തിലാക്കി എല്ലാം വിളമ്പി അങ്ങനെ അവർക്ക് കൊടുത്ത്.
അപ്പോഴിത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ചാ.